ഹായ് എവരി വൺ. നമ്മൾ റോഡിലൂടെ പോകുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല പരസ്യങ്ങൾ കാണലുണ്ട് അല്ലേ? ഇത് കണ്ട് നമ്മൾ സ്റ്റക്കായി നോക്കി നിൽക്കാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ നല്ല സ്റ്റണ്ണിങ് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല പ്രൊഫഷണൽ ബിസിനസ് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടാതെ ക്യാൻവ ഹാക്സും. അപ്പോൾ എന്തിനാണ് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്? ഇതിനൊരു ക്ലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഒരു പോസ്റ്റർ ആണ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഒരാളൊരു ഷോപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ പ്രൊഡക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത് കാണുന്നത് ആ പോസ്റ്ററിനാണ്. ആ പോസ്റ്റർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും അവർ ആ ഒരു ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യാൻ കഴിയണം ആ ഒരു പോസ്റ്റർ കണ്ടിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. ആളുകൾക്ക് ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് നല്ലൊരു പ്രൊഫഷണൽ ഡിസൈൻ കണ്ട കസ്റ്റമേഴ്സിന് ആ ബ്രാൻഡിൽ ഒരു കോൺഫിഡൻസ് വരും. ഇവർ ക്വാളിറ്റി ഉള്ളവരാന്നുള്ള ഫീൽ ആ പരസ്യം കണ്ടിട്ടും ഡിസൈൻ കണ്ടിട്ടും ആളുകൾക്ക് മീൻസ് കസ്റ്റമേഴ്സിന് തോന്നണം. അപ്പൊ ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ബൂസ്റ്റ് സെയിൽസ്. നമ്മൾ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ കൊടുക്കുന്ന ഓഫർ എത്ര വലുതാണെങ്കിലും അത് കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. കൃത്യമായ ഡിസൈൻ ഉണ്ടെങ്കിൽ സെയിൽസ് തനിയെ കൂടും. ആ ഒരു ഡിസൈനിലാണ് സെയിൽസ് വരുന്നത് എന്നാണ് ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു എന്തിനാണ് നല്ല പോസ്റ്റർ എന്നുള്ളതിന് ആൻസർ വരുമ്പോൾ ഡിസൈൻ ആണ് കസ്റ്റമർ ആയിട്ട് മാറുന്നത്, സെയിൽസ് ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 ഗോൾഡൻ റൂൾസ് ആണ് പറയുന്നത്. അതിൽ ഒന്ന് ക്ലിയർ ഹെഡ്ലൈൻ. ഒരു പോസ്റ്റർ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ആളുകൾ നോക്കുന്ന ആ ഒരു നോട്ടം ഫസ്റ്റ് തന്നെ അവർ വായിക്കുന്നത് എന്തായിരിക്കും? ഹെഡ്ലൈൻസ് ആയിരിക്കും. എന്ത് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ഓഫറാണ് നിങ്ങൾ നൽകുന്നത് എന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റർ കണ്ടിട്ട് നല്ല ക്ലിയർ ഐഡിയ കിട്ടണം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പുതിയ മൊബൈൽ ഫോണുകൾക്ക് 20% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നല്ല രുചികരമായ ബിരിയാണി ഇന്ന് 20% ഓഫ്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അത് ചില കേസസിൽ ഞങ്ങളുടെ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് എത്തിയെന്ന് വെറുതെ എഴുതുന്നതിനേക്കാൾ നല്ലത് പുതിയ ട്രെൻഡി ഡ്രസ്സുകൾക്ക് 30% ഓഫർ എന്ന് സ്പെസിഫിക് ആയി പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ആൻഡ് ക്ലീൻ ഡിസൈൻ. സിമ്പിൾ ആയിട്ടും ക്ലീൻ ആയിട്ടും നല്ല ഡിസൈൻ ചെയ്യാം. ഒരുപാട് കളേഴ്സോ ഇമേജസോ കുത്തി നിറച്ച ഒരു പോസ്റ്റർ മെസ്സാക്കരുത്. കുറഞ്ഞ വാക്കുകൾ, നല്ല മികച്ച ചിത്രങ്ങൾ, ഇതാണ് സക്സസിനുള്ള ഫോർമുല. എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ആപ്പിളിന്റെ ആഡുകൾ നോക്കിയാൽ മനസ്സിലാവും. പ്രൊഡക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഇത് വരുന്നത് 50% ഓഫർ, ഇങ്ങനെയുള്ള ആഡ്സ് ഒക്കെ ആയിട്ട് കൊടുക്കുക. ഈ ഒരു ഐഫോണിന്റെ ആഡ്സ് കാണുമ്പോൾ സിമ്പിൾ ഡിസൈൻ ആയിരിക്കും, ഒരു ടെക്സ്റ്റ്, ഒരു ഇമേജ്. ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആവശ്യമില്ലാത്ത ചിത്രങ്ങളും അമിതമായ എഴുതി നടക്കുന്നത് ഒഴിവാക്കിയിട്ട് എപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? ലെസ് ഈസ് മോർ. നെക്സ്റ്റ് ക്യാച്ച് ഇമേജസും ഗ്രാഫിക്സും. വാക്കുകളേക്കാൾ വേഗത്തിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രങ്ങളായിരിക്കും. എഴുത്തല്ലായിരിക്കും നോക്കുക, ചിത്രങ്ങളായിരിക്കും ആദ്യം നോക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും നല്ല ഐ ക്യാച്ചി ആയിട്ടുള്ള ഇമേജസ് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ബേക്കറിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കേക്കിന്റെ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക. ട്രാവൽ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രാവലിംഗ് ചെയ്യുന്ന നല്ല ഒരു സ്ഥലങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ചിത്രങ്ങളും മനോഹരമായ അങ്ങനത്തെ പിക്ചേഴ്സൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തതും മങ്ങിയതായിട്ട് ലൈറ്റ് ഇല്ലാത്ത പിക്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ക്ലിയർ കോൾ ടു ആക്ഷൻ, CTA. ഈ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ വേണം. അതിലേക്ക് കോൾ ചെയ്യണോ, വിളിക്കണോ, വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യാനോ വേണ്ടത്, അതോ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാനോ വേണ്ടത്, കൃത്യമായി അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമ്മളെ പോസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ വിളിക്കൂ, ഈ ഒരു ഫോൺ നമ്പർ, കോൾ നൗ, അങ്ങനെ ആഡ് ചെയ്യാം. വിസിറ്റ് അവർ വെബ്സൈറ്റ്, അതും ആഡ് ചെയ്യാം. CTA ഇല്ലാത്ത ഒരു പോസ്റ്റർ ലക്ഷ്യമില്ലാത്ത കപ്പൽ പോലെയാണ്. ആളുകൾക്ക് അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അറിവും ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ബ്രാൻഡ് ഐഡന്റിറ്റി.
നമ്മളുടെ ബിസിനസിന്റെ ലോഗോ സ്ഥിരമായിട്ട് ഒരു നിറമാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇത് ആ ഒരു പോസ്റ്റർ ആണെന്നുള്ളത് ഒന്നും പറയാണ്ട് തന്നെ കറക്റ്റ് അതിൽ നിന്ന് മനസ്സിലാകും. ഫോണ്ട് എന്നിവ പോസ്റ്ററിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ലോഗോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കുറച്ച് കളേഴ്സ്, ഫോൺസ്, എന്നാലേ ആളുകൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ മറ്റുള്ളതിൽ നിന്നിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ കൊക്കക്കോള അല്ലേ, കൊക്കക്കോള എന്ന് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു കൊക്കക്കോള എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ബ്രാൻഡിന്റെ കളേഴ്സും എല്ലാം നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. ഈ റെഡ് കളറും ഈ എഴുതിയ ഇതൊക്കെ നമുക്ക് കാലാകാലമായിട്ട് നമ്മൾ കണ്ട് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഓരോ തവണ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും കളറുകളും ഫോണ്ടുകളും വേറെ വേറെ മാറ്റരുത്. ഒരു ബ്രാൻഡിന് ഒരേ കളർ, അതാണ് ആ ഒരു ഇമേജ് അതിന് സൃഷ്ടിക്കുന്നത്. നമ്മൾ ആളുകൾക്ക് ആ ബ്രാൻഡിന് ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ ഇത് CTA കോൾ ടു ആക്ഷൻ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി നേരിടുന്ന നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് എങ്ങനെ ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളത് പറ്റിയ ഒരു ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് canva.com. canva.com ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഡാഷ്ബോർഡിലെത്തും. ഇതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം സൈസിലുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം അതിൽ സെർച്ച് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പല ഡിഫറെൻറ്റ് സൈസിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് 3:4 എന്നുള്ള സൈസിലാണ്. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനല്ല ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽസ് ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും. അതിൽ നിന്നിപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് റെസ്റ്റോറൻറ്റ് പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല ഫുഡാണ് വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് അങ്ങനെ സെർച്ച് ചെയ്യാം. ഇതിൽ ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നമുക്ക് ആദ്യം റെസ്റ്റോറൻറ്റിൻ്റെ ഒന്ന് മോഡൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാകും, പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റ്സുകൾ. ഇത് നമുക്ക് വേണ്ട എഡിറ്റിങ്ങിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആദ്യം വന്ന് പോയൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഈ സിമ്പിൾ ഡിസൈൻ എക്സ്പ്ലോർ അവർ ഇന്ത്യൻ ഫുഡ് മെനു ടുഡേ. ഇന്ത്യൻ മെനുവിൻ്റെ ഒരു ഇതാണ്. ഇതിൽ ഓഫർ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, CTA ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും ഉണ്ട്. ഇമേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇത് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അപ്ലോഡിൽ പോയിട്ട് നമുക്ക് വേണ്ട ഇമേജസ് ഈ ഒരു ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ വേണം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലോഡ് ഫയൽസ് അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്തു. ഇനി നമുക്കിവിടെ ഹെഡ്ലൈൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈൻ ഒന്ന് മാറ്റി നോക്കാം. ടു ആഡ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ മെനു, മറ്റത് ഇന്ത്യൻ മെനുവിൽ ആഡ് ചെയ്യണം പറഞ്ഞത്. ഇന്ത്യൻ മെനു ഡിഷ് പോസ്റ്റർ, അതിലൊരു ചേഞ്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പോസ്റ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇതൊന്ന് മാറ്റി നോക്കാം. ഇതൊന്നാക്കി നോക്കാം. സിമ്പിൾ ഹെൽത്തി ആൻഡ് ബേസ്റ്റിംഗ് വിത്ത് ഫ്ലവർ. ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് എവിടെയാണോ ഈ ഒരു ഹെഡിങ് മാറ്റിയിട്ട് ഇത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നേരെ പോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. യെസ്, അതേ സൈസിലും അതേ ഡിസൈനിലുള്ള ഫോൺസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരോ ലോഗോസോ ആഡ് ചെയ്യാം. ഇനി ഇവിടെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റാണ്, ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ ഡിഫറെൻറ്റ് ഫോൺസുകൾ അവൈലബിൾ ആണ്. അതുപോലെ സൈസ് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ലെറ്റർ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ടുള്ള ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻസ്, ഇങ്ങനെ പോയിന്റ്സ് ആഡ് ചെയ്യുന്നത്, അലൈൻമെൻറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, കളേഴ്സിൻ്റെ ഇത് മാറുന്നുണ്ട്. ഓക്കെ, എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് കരുതുന്നതിന് ശേഷം പോസ്റ്ററിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പോസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് കളേഴ്സിൽ ഈ ഒരു കളർ മാറിയിട്ട് ഈ ഒരു ബോക്സിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിലേക്ക് മാറ്റാൻ പറ്റും. ഏത് കളറാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു കളർ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക അടുത്ത പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ലൈന് മാറ്റാൻ പറ്റുന്നില്ല, ഇതൊരു
കളർ അതേപോലെ കളറുള്ളൊരു ലൈനാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്ത് ഇതും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോസ്റ്ററിനും ഈ ഒരു ഇത് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. PNG ആയിട്ടോ JPG ആയിട്ടോ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.